അപ്പോൾ പ്രിയപ്പെട്ടവരെ, തിരുവോണാഘോഷത്തിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾക്കായി ഉത്രാടപ്പാച്ചിലാണ് ജനം. പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും വസ്ത്രങ്ങളും ഒക്കെ വാങ്ങി തിരുവോണ നാളിനെ വരവേൽക്കാൻ നാടൊരുങ്ങിക്കഴിഞ്ഞു. വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് തുടക്കമായതോടെ സംസ്ഥാനത്ത് തലസ്ഥാനത്തും വലിയ തിരക്കാണ്. ശരത്തുണ്ട് ഇപ്പോൾ കോഴിക്കോട് നിന്നും. വടക്കൻ കേരളത്തിലെ ഉത്രാടപ്പാച്ചിൽ വിശേഷങ്ങളുമായി ശരത്ത്. ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന മഴ ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കി. തെക്കോട്ടൊക്കെ നല്ല തിരക്കാണ്. ഇന്ന് ഉത്രാടപ്പാച്ചിലിൽ പതിവ് പോലെ വലിയ തിരക്ക് കണ്ടു. വിപണിയിൽ അത് ടെക്സ്റ്റൈൽസിലാവട്ടെ, പച്ചക്കറി കടകളിലാവട്ടെ, പലവ്യഞ്ജന കടകളിലാവട്ടെ, പലചരക്ക് കടകളിലൊക്കെ നമ്മളത് കണ്ടു. എന്താണ് പൊതുവെ കോഴിക്കോട് നിന്നുള്ള കാഴ്ച? ബീച്ചിലൊക്കെ കൂടുതൽ ആളുകൾ എത്തുന്നുണ്ടോ? ഇടയ്ക്കിടെ പെയ്യുന്ന മഴ വില്ലനാവുന്നുണ്ടോ? അരുൺകുമാർ, അത് തന്നെയാണ്. അതായത് കോഴിക്കോട് ഇടയ്ക്കിടയ്ക്ക് പെയ്ത മഴയൊന്ന് ബുദ്ധിമുട്ടിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഉത്രാടപ്പാച്ചിലായിരുന്നെങ്കിൽ പോലും മിഠായിത്തെരുവിലോ പാളയത്തോ ഒക്കെ നോക്കുകയാണെങ്കിൽ വലിയൊരു തിരക്ക് ഉണ്ടായിരുന്നില്ല. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് തിരക്കില്ല എന്നുള്ളതല്ല, പക്ഷേ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ തിരക്ക് കുറച്ചു കുറഞ്ഞിരുന്നു. ഒരുപക്ഷെ നേരത്തെ തന്നെ മലയാളികൾ ഓണത്തിന് തയ്യാറെടുത്തത് കൊണ്ടുകൂടി ആവാം അത്തരത്തിൽ തിരക്ക് കുറഞ്ഞതായിരിക്കാം എന്നുള്ളതാണ് കണക്കാക്കുന്നത്. എന്തായാലും മഴ ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഞാനിപ്പോൾ കോഴിക്കോട് ബീച്ചിലാണുള്ളത്. ബീച്ചിലും നമുക്ക് സാധാരണഗതിയിൽ വലിയ തിരക്ക് ആഘോഷ ദിവസങ്ങളിലൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇത്തവണ ബീച്ചിലും വലിയൊരു തിരക്ക് കാണാനില്ല. എന്നിരുന്നാലും ചിലരൊക്കെ തന്നെ തെറ്റിസാരി എടുത്ത് ഓണം ആഘോഷത്തിന്റെ ഭാഗമായി എത്തിയിട്ടുണ്ട്. ഇവര് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവരാണ്. ഇവരിപ്പോൾ പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നത്. അങ്ങനെ ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കൂടുതലോട് ചേട്ടാ എവിടെ വരുന്നത്? ഞാൻ കോഴിക്കോട് വെള്ളമാണ്. ഓണാഘോഷത്തിന് അതെ, ഓക്കെ. ഓണൊക്കെ ഉഷാറുണ്ട്, അടിപൊളിയായിട്ട് പോകണം. നാളത്തെ പരിപാടി എങ്ങനെ? തിരുവോണം തിരുവോണാണ്. അപ്പോൾ നാളെ നമുക്ക് ഫ്രണ്ട്സുകളായിട്ട് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ അതെ. ഉത്രാടപ്പാച്ചിലൊക്കെ ഡ്രസ്സൊക്കെ എടുത്തോ? അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല നമുക്ക്. എന്നാലും ഓണം നമ്മൾ ഉഷാറായിട്ട് കൈകാര്യം ചെയ്യും. ചേട്ടാ ഓണം സൂപ്പർ. ഇവിടെ കോഴിക്കോട് തന്നെ? അല്ലല്ല, നിലമ്പൂര. നിലമ്പൂരിൽ നിന്ന് കൊണ്ട് ആഘോഷിക്കാൻ വന്നാണോ അല്ലെങ്കിൽ ഇവിടെ പഠിക്കുന്നത്? അല്ല, വേറെ ആവശ്യത്തിന് വന്നപ്പോൾ അങ്ങനെ ജസ്റ്റ് കയറി. ഇങ്ങനെ ഓണസദ്യയൊക്കെ നാളെ ഉഷാറായിരിക്കും. ഓണാഘോഷം ഫ്രണ്ട്സിന്റെ വീട്ടില് ബീച്ചിൽ കൂടുതലും ചെറുപ്പക്കാരാണ് സാധാരണ. ഇനിയിപ്പോൾ നാളെ തിരുവോണം കഴിഞ്ഞ് ബീച്ചിലേക്ക് കുടുംബസമേതം ഇറങ്ങും. നല്ല കാഴ്ചകളാണ് എല്ലായിടങ്ങളിലും ഉള്ളത്. മഴയൊന്ന് മാറി നിൽക്കുന്ന സമയത്ത് കടകളിലൊക്കെ നല്ല തിരക്കും അനുഭവപ്പെടുന്നുണ്ട്.